സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ ഒരു എപ്പിസോഡിൽ പറയുകയുണ്ടായി, വീട്ടിലെ അപ്പൻ, ഇടവകയിലെ വികാരിയച്ഛൻ, രൂപതയിലെ ബിഷപ്പ്, സഭയിലെ മേജർ ആർച്ച് ബിഷപ്പ്, ആഗോള സഭയിലെ പരിശുദ്ധ പിതാവായ മാർപ്പാപ്പ, ഇവരെല്ലാം പിതൃബിംബമാണ്, അതിനെ തകർക്കരുത് എന്ന് ഞാൻ ഒരു എപ്പിസോഡിൽ പറയുകയുണ്ടായി. അതിൻ്റെ പ്രതികരണം എന്നോണം ഒരു സഹോദരൻ ഇപ്രകാരം പറയുകയുണ്ടായി, പിതൃബിംബ തിയറി സിദ്ധാന്തം എൻ്റെ വ്യക്തിപരമായ ഒരു കണ്ടുപിടുത്തമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പ്രിയമുള്ളവരെ, എനിക്ക് വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടും വിശുദ്ധ കുർബാനയിൽ അനേകം നാള് വർഷങ്ങളോളം പങ്കെടുത്തിട്ടും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, പിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നത് സഭയുടെ ചിന്തയുടെ അടിത്തറയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറിയാവുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭാവിയെ ബലപ്പെടുത്തും. അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഏസാവിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതം പരിശോധിച്ച് നോക്കുക. അവർ അപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് അപ്പൻ്റെ അനുഗ്രഹം കിട്ടുക? അപ്പനെ എങ്ങനെ സംതൃപ്തിപ്പെടുത്താം? പ്രിയമുള്ളവരെ, അത് തന്നെയാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ കാണുന്നത്. അപ്പൻ്റെ അനുഗ്രഹം ഏത് മകനാണ്? അപ്പം അവരുടെ പിണക്കം പോലും അപ്പൻ ഞങ്ങളെക്കാൾ കൂടുതൽ ജോസഫിനെ സ്നേഹിക്കുന്നു എന്നതാണ് അവരുടെ പിണക്കത്തിൻ്റെ കാരണം. ഇനി ജോസഫ് അനുഗ്രഹം കൊടുക്കാൻ പോയപ്പോഴും അപ്പൻ്റെ അനുഗ്രഹം ദൈവം ആഗ്രഹിച്ച മനുഷ്യനാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് 10 കൽപ്പനകളിൽ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്, ആദ്യത്തെ 3 കൽപ്പന ദൈവത്തെയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പിന്നത്തെ 7 കൽപ്പനകളിൽ 6 കൽപ്പന സമൂഹത്തെ സംബന്ധിച്ചാണ്. അതിൻ്റെ നടുവിൽ കിടക്കുന്ന ഒരു കൽപ്പന മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നതാണ്. അപ്പോൾ പിതൃമാതൃബിംബം അത് എനിക്ക് പറഞ്ഞു തന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. മാത്രമല്ല, പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ ഒരു പ്രസംഗത്തിനായി ഒരുങ്ങുമ്പോൾ നിന്റെ മാതാവിനെയും പിതാവിനെയും ഓർക്കുക. പ്രിയമുള്ളവരെ, അത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ അപ്പനെയും അമ്മയെയും ഓർക്കാതെ എനിക്കൊരു പ്രഭാഷണമില്ല. അതാണ് ഇന്ത്യൻ സംസ്കാരം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഞാൻ ചൈനയിൽ പോയപ്പോൾ കണ്ടത്, വർഷങ്ങളോളമുള്ള അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ശേഷവും ഞാൻ ചെല്ലുന്നത് ഒരു ചൈനീസ് ന്യൂ ഇയർ ഡേയിലാണ്. ഞാനൊരു 500 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ ഈ 500 കിലോമീറ്ററുള്ള ഒരു പിതൃപൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മതമില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അത് പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ ഉടനീളം പറയുന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ സഭ എന്താണ്? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആണോ അതോ ഒരു കുടുംബ യൂണിറ്റ് ആണോ? അതായത് ഒരു വലിയ കുടുംബമാണോ സഭ, അതോ ഒരു അഡ്മിനിസ്ട്രേഷൻ? ഒരു ഭരണാധികാരി ഇരിക്കുന്നു, തനിക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ പുറത്താക്കുന്നു, അങ്ങനെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആണോ? സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കൃത്യമായിട്ട് ആരാധനാക്രമത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ആരാധനാക്രമത്തിൻ്റെ കൂദാശാവചനങ്ങൾ ഉച്ചരിച്ച ശേഷം പ്രാർത്ഥനയിൽ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം പല ആളുകളും വിശുദ്ധ കുർബാന കാണുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. സഭയുടെ തലവനും പിതാവുമായ റോമിലെ മാർപ്പാപ്പയായ മാർ ഫ്രാൻസിസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
3 ഞങ്ങളുടെ രൂപതാ അധ്യക്ഷനായ പിതാവുമായ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടോണി പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വത്സല പിതാവായ മാർ തൂങ്കുഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ ആരാധനാക്രമത്തിന്റെ, ഇത് ലത്തീൻ ആരാധനാക്രമത്തിന്റെ അല്ല, സുറിയാനി ആരാധനാക്രമത്തിന്റെ കേന്ദ്രഭാഗത്ത് ഇവരെയെല്ലാം പിതാവ് എന്ന് വിളിച്ച് നമ്മൾ ദൈവത്തോട് പറയുമ്പോ ഈ മെത്രാന്മാരെ പിതൃശൂന്യൻ എന്ന് വിളിക്കുന്ന ആളുകള് അങ്കമാലി മാർക്കറ്റിൽ പോർക്കിറച്ചി കച്ചവടം നടത്താൻ പോകുകയാണെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ടാണ് അവരിതൊന്നും കേൾക്കാത്തത്. അപ്പൊ ലിറ്റർജിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകള് അത് ലിറ്റർജി നന്നായിട്ടൊന്ന് കേൾക്കുക. അതുകൊണ്ട് ആദ്യം സ്വന്തം പിതാവിനോടും മാതാവിനോടും അനുരഞ്ജിതമാകുക, പിന്നെ പിതാക്കന്മാരോടും വൈദികരോടും അനുരഞ്ജിതമാകുക, എന്നിട്ട് വേണം അനുരഞ്ജന ശുശ്രൂഷയിലേക്ക് കടക്കാൻ. അപ്പൊ ഇത് നമ്മുടെ ലിറ്റർജിയിൽ പഠിപ്പിച്ചിട്ട് ഈ ലിറ്റർജിക്ക് വേണ്ടി വാദിക്കുന്നവർ തന്നെ എന്നോട് പറയുകയാണ് പിതൃബിംബം എന്ന് പറയുന്നത് എൻ്റെ കണ്ടുപിടുത്തമാണെന്ന്. സ്വയം പരിഹാസ്യരാകരുത്. മാത്രമല്ല, എന്നെ ശ്രവിക്കുന്നവരോട് പറയുകയാണ്, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് എന്നൊക്കെ ഞാൻ എൻ്റെ പിതാവിനെ പൊതുമധ്യത്തിൽ അപഹസിച്ചിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് നഷ്ടങ്ങളും തകർച്ചകളുമാണ് ഉണ്ടായിട്ടുള്ളത്. ആ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇതൊരു മുന്നറിയിപ്പാണ്. കാനാനെ പോലെ ശപിക്കപ്പെടാതിരിക്കാൻ പ്രത്യയശാസ്ത്രപരമായിട്ടോ ദൈവശാസ്ത്രപരമായിട്ടോ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അതിനുവേണ്ടി വാദിക്കാം, അതിനുവേണ്ടി നിലനിൽക്കാം. പക്ഷെ പൊതുമധ്യത്തിൽ ഒരു മനുഷ്യരെയും അപഹസിക്കരുതെന്നാണ് എൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ എന്നെ നിഷ്കർഷിച്ചിട്ടുള്ളത്. അങ്ങനെ ഉപദേശിക്കാൻ വൈദികര് തയ്യാറാകണം. അല്ലാതെ ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്ന് കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കരുത് എന്നുകൂടി ഞാൻ ഈ വൈദികരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു വൈദികൻ എൻ്റെ എപ്പിസോഡിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ടിരിക്കുകയാണ്. ആ വൈദികൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞത് നിങ്ങളോട് പറയുകയാണ്, അവൻ എന്നെയല്ല ആവശ്യം, അവനാവശ്യം എൻ്റെ പണമാണ്. അപ്പം ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. അവരാണ് ഇത്തരം അപഹസിക്കുന്ന വൃത്തികേടുകൾക്ക് കൈകൊട്ടിപ്പാടുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.